വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വെനിസ്വേല വെനിസ്വേലയിലേക്ക് അമേരിക്ക കയറിയ ശേഷം ആ, പുടിനെ പോയി പിടിക്കണമെന്ന് സെലൻസ്കി പറയുന്നു. സെലൻസ്കിയെ പോയി പിടിക്കണമെന്ന് റഷ്യ പറയുന്നു. തായ്വാനെ പോയി പിടിക്കണമെന്ന് ചൈനക്കാര് പറയുന്നു. പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഒരുമിച്ച് പിടിക്കണമെന്ന് ഞങ്ങളെ പോലുള്ള ആൾക്കാർ നമ്മൾ ഇന്ത്യയിൽ ഇരുന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാര്യങ്ങളൊന്നും അത്ര പന്തിയല്ല. പല രാജ്യങ്ങളിലോട്ടും പല ആൾക്കാരും കയറാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യ കയറും. ഇപ്പൊ പാകിസ്ഥാന കശ്മീരിൽ വലിയ ഒരു വമ്പൻ പ്രക്ഷോഭമൊക്കെ കഴിഞ്ഞ ദിവസം പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ബലൂചിസ്ഥാന്റെ കത്ത് അതൊക്കെ നമ്മൾ പുറത്തുവിട്ടതാണ്. എന്തായാലും ഇപ്പൊ വരുന്ന റിപ്പോർട്ട് നമ്മുടെ ചിക്കൻ നെക്കിനെ സംബന്ധിച്ച ഒരു റിപ്പോർട്ടാണ്. ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ വിചാരിക്കുന്നുണ്ടായിരിക്കും അവന്മാര് ചിക്കൻ നെക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, എത്ര കാലം ഇത് ടോട്ട് ചെയ്യും എന്നാണ് പല ആൾക്കാരും ഇപ്പോൾ നിലവിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയൊന്നും ചിക്കൻ നെക്കിന്റെ വാർത്തകൾ നമ്മൾ കൊടുക്കാറില്ല. പ്രത്യേകിച്ച് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് ചുമ്മാ ഗ്യാസോ ഗുണ്ടോ അങ്ങനെയൊന്നും ചിക്കൻ നെക്കിന്റെ കാര്യത്തിൽ നമ്മൾ അത് വളരെ അഭിമാനപൂർവ്വം കുറച്ച് അഹങ്കാരത്തോടു കൂടി തന്നെ ഞാൻ പറയും. കാരണം ചിക്കൻ നെക്കിൽ എന്താണ് നടക്കുന്ന കാര്യം മാത്രമേ കൊടുക്കാറുള്ളൂ. അല്ലാതെ ചിക്കൻ നെക്ക് നമ്മൾ പോയി മറ്റേ ബംഗ്ലാദേശിന്റെ സ്ഥലവും കൂടെ ചേർത്തിട്ട് പിടിച്ചു അത് പറയാതെ വെച്ച് അങ്ങനെയൊന്നും ഇല്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോ ദ ട്രിബ്യൂൺ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് ചിക്കൻ നെക്കിൽ സംഭവിച്ചിരിക്കുന്നതെന്ന്. ചിക്കൻ നെക്കിൽ വളരെ വലിയ ഒരു നീക്കം നമ്മുടെ സൈന്യം നടത്തിയിട്ടുണ്ട്. ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് തന്നെ പറയാം. ഇനിയിപ്പോ തെളിവ് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. ദ ട്രിബ്യൂൺ എന്ന് പറയുന്ന മാധ്യമത്തിൽ ആ വാർത്തയുണ്ട്. നിങ്ങൾക്ക് എടുത്താൽ കാണാനായിട്ട് സാധിക്കും. ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. BSF സെക്യൂർസ് ചിക്കൻ നെക്സ് വിത്ത് ന്യൂ ഡിസൈൻ ഫെൻസിംഗ് അമിഡ് അൺട്രസ്റ്റ് ഇൻ ബംഗ്ലാദേശ് എന്നുള്ളതാണ് ആ വാർത്ത. ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ അസ്വസ്ഥതകൾക്കിടയിൽ BSF പുതിയ ഡിസൈൻ ഫെൻസിംഗ് ഉപയോഗിച്ച് ചിക്കൻ നെക്ക് സുരക്ഷിതമാക്കി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ചെറിയ വാർത്ത പോലെ തോന്നുന്നു, ഇത് ചെറിയ വാർത്ത അല്ല. ഇനി ചിക്കൻ നെക്ക് എന്ന് പറയുന്ന സെൻസിറ്റീവ് മേഖലയിൽ 12 അടി ഉയരമുള്ള നവീകരിച്ച പുതിയ ഡിസൈൻ ഫെൻസിംഗ് സ്ഥാപിച്ചു. ശക്തമായ ക്യാമറകളും മെച്ചപ്പെട്ട ഏരിയ ആധിപത്യ പദ്ധതികളും ഇതിന്റെ പിന്തുണയോടെ BSF ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പുതിയ വേലി നമ്മളിപ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന പുതിയ വേലി അത് അത്യധികം ശക്തമാണ്. അത് മുറിക്കാൻ സാധിക്കില്ല. ഇനി മുറിക്കണമെങ്കിൽ തന്നെ മണിക്കൂറുകളുടെ പ്രയത്നം വേണ്ടി വരും. അതേസമയം അതിന്റെ ഉയരം കാരണം കയറാനും ബുദ്ധിമുട്ടാണ്. അത്ര ഉയരത്തിലാണ് വെച്ചിരിക്കുന്നതെന്ന് അവർ പറയുന്നു. നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും കന്നുകാലി കള്ളക്കടത്ത് സംഭവങ്ങളും കുറയ്ക്കാൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് അവർ പറയുന്നു. ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്കറിയാലോ ബീച്ചേട്ടാ. അതായത് നമ്മൾ പലപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യം പല ടെറൈനും ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം പലതും വനമേഖലയും മൗണ്ടൻസും അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ്. അവിടെ ഒന്നും നമുക്ക് വേലി കെട്ടുക എന്നുള്ളത് സാധ്യമല്ല, അസാധ്യമാണ്. പക്ഷേ അസാധ്യമായത് സാധിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ രീതി. അമിത്ഷാ പറഞ്ഞു അവിടെയൊക്കെ കെട്ടണമെന്ന് പറഞ്ഞു വേലി. അങ്ങനെ അതിനായിട്ട് ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു 30,000-40,000 കോടി എന്തോ ചെലവാക്കി ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ നെക്ക് ഇപ്പോൾ സമ്പൂർണ്ണമായിട്ട് സുരക്ഷിതമായില്ലേ. ഈ വേലി വന്നതോടുകൂടി ഇനി ആർക്കും മുറിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ചിക്കൻ നെക്ക് സുരക്ഷിതമായില്ലേ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കണം? നമ്മൾ നമ്മുടെ ചിക്കൻ നെക്ക് സുരക്ഷിതമാക്കി, പക്ഷെ നമുക്ക് ബംഗ്ലാദേശിലെ കുറച്ച് സ്ഥലം കൂടെ വേണമല്ലോ. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ അത് എപ്പോൾ പിടിക്കും? അതാണ് എന്റെ ചോദ്യം. അതായത് ഇപ്പൊ നമുക്ക് അത് പിടിച്ചെടുക്കാൻ സാധിക്കും. കാരണം ബംഗ്ലാദേശ് ഇപ്പൊ അൺട്രസ്റ്റ് ആണ്. അവിടെ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണമില്ല. അവിടെ പ്രക്ഷോഭങ്ങളുടെ പെരുമഴയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ ആവശ്യം നിറവേറ്റിയെടുത്തില്ലെങ്കിൽ ഇനിയിപ്പോ അവിടെ സുസ്ഥിരമായിട്ടുള്ള ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോ ഈ ചിക്കൻ നെക്കിൽ നമ്മൾ വേലി കെട്ടി അത് സുരക്ഷിതമാക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി ബംഗ്ലാദേശിൽ സ്ഥലമൊന്നും ഞങ്ങൾ എടുക്കാൻ പോകുന്നില്ല, ഞങ്ങളുടെ ചിക്കൻ നെക്ക് ഞങ്ങൾ സുരക്ഷിതമാക്കിയിട്ടുണ്ട് എന്നൊരു ലൈനിലേക്ക് ഇന്ത്യ വന്നു എന്നുള്ളതാണ്. എന്റെ ഈ വിചാരം ശരിയാണോ, അല്ലെങ്കിൽ ഇന്ത്യക്ക് മറ്റെന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? എന്താണ് തോന്നുന്നത്? ഇത് വെറും ഒരു വേലിയല്ല, ഇതൊരു ഒന്നൊന്നര വേലിയാണ്. കാരണം ഇതിനൊരു വിഷയമുണ്ട്. നമ്മള് ഈ ഇന്ത്യൻ ബോർഡർ 4026 കിലോമീറ്റർ ഉണ്ട്, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ. ഇവിടെ ഒരു വേലി കെട്ടണം എന്നുള്ളത് നമ്മളുടെ ഒരു ആവശ്യമായിരുന്നു. ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ വേലി കെട്ടാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതിനകത്ത് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ വേലി കെട്ടലിന്. ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെയാണ് ഉണ്ടായത്. കുമാരി മമതാ ബാനർജി എതിർപ്പുമായിട്ട് വന്നു. സ്ഥലം തരത്തില്ല, അത് ചെയ്യത്തില്ല, ഇത് ചെയ്യത്തില്ല എന്നുള്ള ഒരു എതിർപ്പുമായിട്ട് വന്നു. ഇത് എല്ലായിടത്തും അത് എനിക്കത് BJPയോടുള്ള എതിർപ്പാണോ അതോ ബംഗ്ലാദേശിയോടുള്ള സ്നേഹമാണോ എന്നറിയില്ല. അത് കേസിൽ കിടക്കുക. അതിനുശേഷം ശ്രീമാൻ ഹിമന്ത് വിശ്വ ശർമ്മ സ്ഥലം കൊടുത്തു. അദ്ദേഹത്തിന് മുൻകൈ എടുത്തുകൊണ്ട് ആ ഭാഗം കെട്ടി. പിന്നെ ത്രിപുരയിലും BJP സർക്കാരായതുകൊണ്ട് ആ ഭാഗം കെട്ടി തുടങ്ങുമ്പോൾ ത്രിപുര ആസാം അതിർത്തി ഓക്കെ ആക്കി. കാരണം ഇത് പെട്ടെന്ന് വേലി കെട്ടിത്തിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല, അത് നമുക്ക് തുറസായ സ്ഥലമോ ഒന്നുമല്ല. നദികളും കാടും ചെങ്കുത്തായ മലകളും ഒക്കെ ഉള്ള ഒരു വല്ലാത്തൊരു പ്രദേശമാണിത്. മുമ്പ് നമ്മൾ ചർച്ച ചെയ്താണ്, ആ പ്രദേശത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത്. അപ്പൊ ത്രിപുരയിലോട്ട് വേലി കെട്ടാനായിട്ട് വരുമ്പോഴത്തേനും ബംഗ്ലാദേശ് ഒരു മുന്നറിയിപ്പുമായിട്ട് രംഗത്തെത്തുകയാണ്. ബംഗ്ലാദേശ് പറഞ്ഞ് വേലി കെട്ടാൻ പറ്റില്ല, അത് ഏകപക്ഷീയമായി പറ്റില്ല, വേലി കെട്ടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഒരു മുന്നറിയിപ്പ് നൽകുകയും അങ്ങനെ നമ്മളൊരു അതിർത്തിയിൽ ഒരു ചെറിയ സംഘർഷത്തിന്റെ വക്കിലെത്തുകയും ചെയ്തു.
ഇതായിരുന്നു ഇതുവരെ ഈ വേലി സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, വേലിത്തർക്കം അവിടെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേനും ബംഗ്ലാദേശ് അങ്ങനെ അടിപൊളി മാറിയല്ലോ. ഹിന്ദുക്കളെ കൊല്ലുന്നു, പ്രശ്നങ്ങളാണ്, ഭയങ്കര ബഹളങ്ങളാണ്. ഇതൊക്കെ യൂനസ് വന്നതിന് ശേഷമാണ് ഈ ഡയലോഗ് ഒക്കെ അവിടെ നടക്കുന്നത്. അത് ഒരു യുദ്ധത്തിന്റെ വക്ക് വരെ എത്തിയതാണ് ഈ വേലിത്തർക്കം വന്നു. അപ്പൊ ആ വേലിത്തർക്കം വന്നു, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പോലെ തന്നെ വേലിത്തർക്കം വന്നു, അതവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. പക്ഷെ ഇവിടെ ഇപ്പൊ ചിക്കനൊക്കെ ചെയ്തിരിക്കുന്ന പണി വളരെ പെട്ടെന്ന് ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്നാണ് അതിനെ ഒരു സ്ട്രൈക്ക് എന്നാണ് പല മാധ്യമങ്ങളും അതിനെ പറഞ്ഞിരിക്കുന്നത്. കാരണം വളരെ പെട്ടെന്നാണ് ഇന്ത്യ വേലി കെട്ടി ഫുൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കാരണം മറ്റേ ഏരിയകളിലൊക്കെ വളരെ സാവധാനത്തിൽ വേലി കെട്ടുകയും അവർ വന്ന് തടയുകയും, പിന്നെ അതിർത്തികൾ എപ്പോഴും ഏത് അതിർത്തിയും തർക്കമാണല്ലോ സ്വാഭാവികമായിട്ട്. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഭൂമി മേടിക്കുമ്പോൾ 4 വശവും മതിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. മതിലില്ലാത്തതുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ ഇന്ത്യയുടെ ബോർഡറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കൃത്യമായ ഒരു അതിർത്തി നമുക്ക് പറയാൻ കഴിയില്ല. ഏറ്റക്കുറച്ചിലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ ഭരണാധികാരികളോ ഇല്ലെങ്കിൽ അത് നമുക്ക് അന്നേരം ഒരു ഇതില്ല. ഇപ്പൊ അരുണാചൽ ചില ഭാഗങ്ങളിലൊക്കെ ചൈനയുടെ കൈവശമുണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം. കാരണം പണ്ടത്തെ കാലത്ത് അരുണാചൽ പ്രദേശ് എങ്ങനെ കിടന്നെന്ന് നമുക്കറിയില്ല. പണ്ടത്തെ കാലത്ത് ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഇതൊക്കെ ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും അതിന് ശേഷമൊക്കെ ഉള്ള ഭരണകർത്താക്കളും ഇല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം ഒക്കെ ഇരുന്ന് ചർച്ച. ഇപ്പോഴാണ് നമ്മൾ അതിർത്തി നിർണയിച്ച് വേലിക്കല്ല് ഇട്ട് തുടങ്ങുന്നത്. ഈ 2019 ശേഷമാണ് ചൈനയുമായിട്ട് പലയിടത്തും ഇതാണ് നിങ്ങളുടെ അതിർത്തി, ഇതാണ് ഞങ്ങളുടെ അതിർത്തി എന്നെങ്കിൽ പറയാൻ ഒരു വഴിയെങ്കിലും ആയത്. ഇത് പലയിടത്തും ഈ വിഷയങ്ങൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏറെക്കുറെയൊക്കെ പാകിസ്ഥാനും നമ്മളുമായിട്ടാണ് ഒരു പക്കാ അതിർത്തി ഉള്ളത്. ബാക്കിയുള്ളത് വെച്ചാൽ ബംഗ്ലാദേശുമായിട്ട് നമ്മൾക്ക് ഒരു അതിർത്തി തർക്കത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം അത്രത്തോളം നമ്മൾ സ്നേഹത്തിലായിരുന്നല്ലോ. ഇങ്ങനൊരു അയൽക്കാരൻ ഇങ്ങനെ മനം മാറും എന്ന് നമ്മൾ കരുതിയതുമില്ല. പക്ഷെ ഇപ്പൊ ഈ ചിക്കൻ നെക്കിലേക്ക് ഇന്ത്യ വേലി കെട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു തുറന്ന വെല്ലുവിളിയാണ്. ഇതിനോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു വാർത്തയുണ്ട്. ഇപ്പോൾ അത് നമ്മുടെ ചാനലിലൊക്കെ ഫ്ലാഷ് എഴുതി കാണിക്കുന്നുണ്ട്. അതീവ ജാഗ്രത നിർദ്ദേശം അതിർത്തികളിൽ കൊടുത്തിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ. കാരണം ഈ വേലി പ്രശ്നമാണിത്. വേലി കെട്ടിക്കഴിഞ്ഞാൽ അവർ തടയുമെന്ന് പറഞ്ഞിരുന്നു. ഈ ചിക്കൻ നെക്കിലെ വേലിയല്ല, ഈ ചിക്കൻ നെക്കിലെ വേലി ഒരു തുറന്ന വെല്ലുവിളിയാണ്, ഒരു മുന്നറിയിപ്പാണ് ഇന്ത്യയുടെ. അതായത് അവർ കെട്ടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കെട്ടുകയാണ് ചെയ്യുന്നത്. ചിക്കൻ നെക്കിന് വേറൊരു പ്രത്യേകത ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്രദേശമാണ്. ഈ ബംഗ്ലാദേശികൾ എപ്പോഴും ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രദേശമാണ്. ഞങ്ങൾ പിടിച്ചെടുക്കും, ഞങ്ങൾ തകർത്ത് കളയും, ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് പറയുന്ന ഒരു പ്രദേശം. അവിടെ തന്നെയാണ് ഈ വേലി കെട്ടിയിരിക്കുന്നത്. അതാണ് ഈ പറഞ്ഞത്, ഈ വേലി ഒരു ചെറിയ വേലിയല്ല ഇത്. സംഭവം വേലി കിട്ടുന്ന വേലിയാണ്. അതുവഴി ആള് കയറില്ല. അത് വേറെ അഡ്വാൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അതായത് അതുവഴി കടന്ന് വന്ന് പിടികൂടിയിട്ടുള്ളവരുണ്ടല്ലോ, ഇതുവരെ പിടികൂടിയിട്ടുള്ളവർ, അവരുടെ ഈ കണ്ണിന്റെ കൃഷ്ണമണിയുടെ ഇതും ബയോമെട്രിക്സിന്റെ എല്ലാ ഇതും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്ങാണ് അവന്മാര് വന്നാൽ തന്നെ റഡാറിൽ ഇത് തെളിയും, ഇത് ആരൊക്കെയാണ് വന്നതെന്ന്. വേറെ ആളുകളെയൊക്കെ എടുത്തിട്ടുണ്ട്. കൂടുതലും ഈ കന്നുകാലി കടത്തുകാരും കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ കയറുന്നത്. അപ്പൊ അവരുടെയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിലും ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു സാധനം ഇതാണ്. ഇതിന്റെ റിയാലിറ്റി ഇതാണ്. പുറമേ നമ്മൾ പറയും അതാണ് സംഭവം, ഈ കന്നുകാലി തടയലാണ്, മറ്റതാണ് മറിച്ചതാണെന്ന് നമ്മൾ പറഞ്ഞാലും അതിനപ്പുറത്തേക്ക് നമ്മൾ ബംഗ്ലാദേശിന് കൊടുക്കുന്ന കിടിലം മറുപടിയാണിത്. അതായത് വേലി കെട്ടിക്കത്തില്ല എന്ന് പറഞ്ഞിടത്തു നിന്ന് നമ്മൾ വേലി കെട്ടുന്നിടത്തേക്ക് പോയിരിക്കുന്നു. അതും ചെറിയ സ്ഥലത്തല്ല നമ്മൾ വേലി കെട്ടിയിരിക്കുന്നത്. ബംഗ്ലാദേശ് എന്നും ഇന്ത്യയെ ഭയപ്പെടുത്താറുള്ള ചിക്കൻ നെക്കിലാണ് നമ്മൾ വേലി കെട്ടിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ്. പക്ഷെ എന്തായാലും ബംഗ്ലാദേശ് ഇതിനൊരു റിപ്ലൈ ഒരു പ്രസ്താവനയെങ്കിലും അവർക്ക് ഇറക്കാതിരിക്കാൻ കഴിയില്ല. പ്രസ്താവന ഇറക്കുക തന്നെ ചെയ്യും. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്, എന്താണ് ഇനി അവർ പറയാൻ പോകുന്നതെന്ന്. അത് തന്നെ വളരെ 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 വേഗത്തിലാണ് നമ്മൾ ഇത് പണിതുയർത്തിയത് എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ തലക്കെട്ടിന് കാരണമായത്. അത് വളരെ സ്പീഡിൽ തന്നെ ഇതിന്റെ ഒരു പണി പൂർത്തിയാക്കി എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഈ വാർത്ത ഇന്ത്യയിലല്ല, ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അവിടെ ഇപ്പൊ എല്ലാവർക്കും ഇന്ത്യ വിരോധം പറഞ്ഞാൽ മാത്രമല്ലേ, ഇല്ലെങ്കിൽ ഹിന്ദു വിരോധം പറഞ്ഞാൽ മാത്രമേ 10 വോട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വലിയ ചർച്ചയായിട്ട് മാറും. ഇതിന്റെ ഒരു പ്രത്യാഘാതം ഏത് രീതിയിലാണ് എന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ ചിക്കൻ നെക്കിന് നമുക്കത് ചെയ്യാൻ കഴിയുമെങ്കിലും എനിക്ക് തോന്നുന്നു ത്രിപുരയിലടക്കം അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ബംഗാളിലെ വിഷയം പൊളിറ്റിക്സ് ആണ്. അവിടെ മമതാ ബാനർജി ഈ സൈനികർക്ക് ഉള്ള സ്ഥലം അവരുടെ സർക്കാർ സ്ഥലമാണെന്നും മറ്റും പറഞ്ഞുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വേറെ, അത് നമ്മുടെ അകത്തുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് ഇതൊരു ചെറിയ വേലിയല്ല, ഇതൊരു വലിയ യുദ്ധത്തിന്റെ ത്തിലേക്ക് വരെ എത്താവുന്ന, ഇല്ലെങ്കിൽ വലിയൊരു സംഘർഷത്തിലേക്ക് വരെ എത്താവുന്ന ഒരു വലിയ വിഷയം തന്നെയാണ്. ഇത് ചിലപ്പോൾ അതിർത്തി കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അതിർത്തിയിലുള്ള സൈന്യത്തിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിർത്തിയിൽ ഒരു ഈശാഘോഷ, കാരണം ഈ ബംഗ്ലാദേശ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ യൂനസ് അല്ല, ശരിക്കും ജമാഅത്ത് ഇസ്ലാമി അടക്കം പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഒരു സൈനിക ഘടനയാണ്. അവരുടെ കരസേനയോ മറ്റോ അല്ല. ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നമ്മുടെ ഈ പാകിസ്ഥാന്റെ റേഞ്ചേഴ്സ് ഉണ്ടല്ലോ, പാക് റേഞ്ചേഴ്സ്. ഈ പാക് റേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പക്ക ഇതാണ്, മറ്റേ തീവ്രവാദികളാണ്. അവന്മാരെ വിളിച്ചിട്ട് ഈ തൂക്കം കൊടുത്ത് വിടുന്നതാണ് പാക് റേഞ്ചേഴ്സ്. കാരണം ചത്താലും കുഴപ്പമൊന്നുമില്ല, പട്ടാളത്തിന്റെ അല്ലല്ലോ.
കാരണം അതിർത്തി ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ഓർഡർ കൊടുക്കും, 5-6 വെടി അവിടെ വെച്ചേക്കെന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ മറ്റൊരു സ്റ്റൈലാണ്, കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഈ ബംഗ്ലാദേശിന്റെ കാരണം അവരെ നിയന്ത്രിക്കുന്ന മുഴുവൻ പാകിസ്ഥാന്റെ ISI ആണ്, പാകിസ്ഥാൻ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ചൊറിയൽ സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ സാധ്യതകളൊക്കെ നിൽക്കുന്നു. ഏതായാലും ഒരു വലിയ വാർത്ത തന്നെയാണ് ഈ വേലി കെട്ടി എന്നുള്ളത്. ഒരു മാസ്റ്റർ സ്ട്രൈക്ക് അല്ലെങ്കിൽ മാസ്റ്റർ സ്ട്രോക്ക് ആണ് ബംഗ്ലാദേശിന് കൊടുത്തിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സർജിക്കൽ സ്ട്രൈക്കിന് പകരം ഒരു മാസ്റ്റർ സ്ട്രൈക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു വലിയ ഇത് തന്നെ ബംഗ്ലാദേശിൽ സൃഷ്ടിക്കാം എന്നുള്ളതാണ്. ട്രിബ്യൂൺ എന്ന് പറയുന്ന കുറെയൊക്കെ ആധികാരികമുള്ള വളരെ പഴക്കമുള്ള ഒരു മാധ്യമ സ്ഥാപനമാണെന്നും കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ വെറുമേ ഒരു സാധാരണ ഓൺലൈൻ അല്ല അവര്. അതെ 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 അതെ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.